ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ഇന്ന് നമ്മൾ ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ് കാണാൻ പോകുന്നത്. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും പരസ്പരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കപ്പിള്. കഥയിലെ നായകന് ഈ മാരേജിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കാരണം അത് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്, പക്ഷേ അത് അവൻ്റെ ഭാര്യ തന്നെയാണെന്ന് അവൻ അറിയുന്നില്ല. അവൾ അവൻ്റെ വൈഫാണെന്ന് അവൻ തിരിച്ചറിയുമോ? അറിഞ്ഞാൽ അവർ വീണ്ടും പ്രണയത്തിലാവുമോ? അവരുടെ സ്റ്റോറി എന്താകുമെന്നറിയാനായിട്ട് നമുക്ക് 1ാമത്തെ എപ്പിസോഡ് കാണാം. നമ്മുടെ നായകന്റെ പേര് ഫു യെൻചാങ് എന്നാണ്. അവൻ ഫു ഫൗണ്ടേഷന്റെ CEO ആണ്. വലിയൊരു ബിസിനസ് കമ്പനിയാണ് ഫു ഫൗണ്ടേഷൻ. അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് CEO ആയിട്ട് വന്നേക്കുന്നത് അവനാണ്. ഒരു റൊമാൻറ്റിക് നൈറ്റിന് ശേഷം അവളിങ്ങനെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഫുയെയാണ്. ഇവളാണ് നമ്മുടെ നായിക. ഇത് അവന്റെ വൈഫാണ്, പക്ഷെ അവനറിയില്ല ഇവളാണ് അവന്റെ വൈഫെന്ന്. അവളുടെ പേര് ഷെങ് മിയാൻ എന്നാണ്. അവൾ പണ്ട് അവളുടെ ഗ്രാൻഡ് പേയെ സഹായിച്ചിട്ടുണ്ട്. അവൾ കാരണം അവൻ്റെ ഗ്രാൻഡ് പ മരണത്തിലേക്ക് പോവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് കാരണം ഗ്രാൻഡ് പ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, എന്ത് റീപേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, എനിക്കൊരു ഗ്രാൻഡ് സൺ ഉണ്ട്, അവനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തന്നാലോ? അവൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അവളുടെ ഗ്രാൻഡ് പ പറയുകയാണ്, ഈ കല്യാണത്തിന് വേണ്ടി എൻ്റെ കമ്പനി നിൻ്റെ അച്ഛൻ്റെ കമ്പനിയിലേക്ക് $300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവളൊന്നും പറയാണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നിട്ട് അവളുടെ അച്ഛനോട് പറയുകയാണ്, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട, പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ഈ കല്യാണം എന്തുകൊണ്ട് നിനക്ക് നല്ലതായിരിക്കും. പക്ഷേ ഇവരുടെ ആ കമ്പനിയാണെങ്കിൽ ഇപ്പം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവളുടെ അമ്മ സ്ഥാപിച്ച കമ്പനിയാണ്. അവളുടെ അമ്മയാണെങ്കിൽ മരണപ്പെട്ടു. ഇവരുടെ കമ്പനി ഇങ്ങനെ നഷ്ടത്തിൻ്റെ വക്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കല്യാണം കാരണം അവരുടെ കമ്പനിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ചിലപ്പം രക്ഷപ്പെട്ടു പോവാം. അവളുടെ അച്ഛൻ പറയാണ്, എന്തായാലും ഞാൻ നിന്നെ പ്രഷർ ചെയ്യില്ല, നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ അവളൊന്ന് ആലോചിച്ചിട്ട് കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ചൈനയിൽ കല്യാണം കഴിക്കുമ്പോൾ ഒരു മാരേജ് ലൈസൻസ് കൊടുക്കും, ഒരു റെഡ് ബുക്കിൽ. കല്യാണത്തിന് തീരെ ബിസി ആയത് കാരണം ബിസിനസ്സുമായിട്ട് അവൻ പുറത്തായിരുന്നു നമ്മുടെ നായകൻ. അത് കാരണം അവന് കല്യാണത്തിന് എത്താൻ പറ്റിയില്ല. പക്ഷെ അവരുടെ മാരേജ് ലൈസൻസ് കിട്ടി. അപ്പൂപ്പനാണെങ്കിൽ അവളുടെ കയ്യിൽ ആ ലൈസൻസ് കൊണ്ട് കൊടുക്കുകയാണ്. ഇതുവരെ യാതൊരു മുൻപരിചയം ഇല്ലാത്ത അവർ തമ്മിൽ പരസ്പരം മീറ്റ് ചെയ്യുന്നത് ബെഡിൽ വെച്ചിട്ടാണ്. അവളിങ്ങനെ ഉറക്കെ എണീറ്റിട്ട് ആലോചിക്കുകയാണ്, ഞാനെങ്ങനെയാണ് ഇവിടെ എത്തിയത്, അതും ഫുയുടെ കൂടെ. ഇന്നലെ ഈവനിങ് പാർട്ടിയിൽ ഇവളുടെ രണ്ടാനമ്മ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ പരസ്പരം മിണ്ടിയിട്ടില്ലല്ലോ, അവനവിടെ നിൽപ്പുണ്ട്, നീ അവനോട് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലേക്ക് 2 ഗ്ലാസ് വൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ പോകാനായിട്ട് മടിച്ചു നിന്നപ്പോഴത്തേക്കും രണ്ടാനമ്മ പറയുന്നുണ്ട്, നീ അവൻ്റെ വൈഫല്ലേ, പോരാത്തതിന് നമ്മുടെ കമ്പനിയിൽ 2ാമത്തെ ഫണ്ടിങ് ആവശ്യമുണ്ട്, നീ പോയി ഫുയോട് അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുക, ചെല്ല് എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ബെഡിയിരുന്ന് ആലോചിക്കുകയാണ്, ഇനി ആ വൈനിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ അതാലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇവൻ അറിയുന്നതിന് മുന്നേ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവളെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവന് പക്ഷെ അറിയില്ല ഇവളെയാണ് ഇവൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്. അവൾക്കറിയാം ഇവനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്. ഇന്നലെ രാത്രി ഇവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത് കാരണം അവൻ എത്ര രൂപ വേണം എന്ന് അവളോട് ചോദിക്കുകയാണ്. എന്നിട്ടൊരു ബ്ലാക്ക് കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. അവൾ എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ, ഇനി പൈസയും ചോദിച്ച് എൻ്റെ പുറകെ നടക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കോള് വരും. അത് അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അമ്മ അവനോട് പറയുകയാണ്, 3 വർഷമായില്ലേ നീ കല്യാണം കഴിച്ചിട്ട്, ഇനി ഡിവോഴ്സ് ചെയ്യാനായിട്ട് സമയമായി, ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ഫോണിലൂടെ ആ അമ്മയോട് പറയുന്നുണ്ട്, എനിക്കറിയാം ഷെങ്മിയാൻ്റെ അച്ഛൻ അവളെ എനിക്ക് വിറ്റതാണ്, ഉടനെ തന്നെ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവളവിടെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ട്. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, വിറ്റെന്നോ എൻ്റെ അച്ഛനാ? അപ്പോൾ നമ്മുടെ മാരേജിനെ കുറിച്ച് ഇവൻ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഇവനോട് ഞാൻ ആരാണെന്ന് പറയേണ്ട ആവശ്യം അപ്പോൾ ഇല്ല എന്നവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അവൻ വീണ്ടും പറയാണ്, കാർഡ് എടുത്തിട്ട് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് പൊക്കോളണം, ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താണെന്ന് നീ മറന്നു കളയണം. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അവൾക്ക് ആകെ ഒരുമാതിരിയായിട്ട് അവളെ പേഴ്സിലിരുന്ന് ഒരു പൈസ എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് കാണിച്ചിട്ട്, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ നിന്നത്ര റിച്ചൊന്നുമല്ല, പക്ഷേ ഈ പൈസ അത് നീ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് അവൻ ആ ബെഡിലെ ബ്ലഡ് സ്റ്റെയിൻ കാണുന്നത്. അവൻ മനസ്സിൽ വിചാരിക്കുകയാണോ, അവളെ വിർജിനായിരുന്നോ? അത് കഴിഞ്ഞ് ഷെങ്മിയാൻ അവളുടെ രണ്ടാനമ്മയടുത്ത് വരികയാണ്. മിയാൻ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ ഡ്രഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ രണ്ടാനമ്മ തിരിച്ചു ചോദിക്കുന്നത്, ഫൂവിനെ നീ സാറ്റിസ്ഫൈ ചെയ്തോ? അവൻ നമ്മുടെ കമ്പനിയെ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മിയാൻ പറയും, അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല. ഫൂ എനിക്ക് മണി ഓഫർ ചെയ്തായിരുന്നു, പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല, എനിക്ക് നിങ്ങളെപ്പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടാനമ്മ അവളെ ഇങ്ങനെ അടിക്കാനായിട്ട് കയ്യോങ്ങുകയാണ്. അവളെ കൈ കയറി പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തലയിടാനായിട്ട് വരരുത്. അപ്പോൾ രണ്ടാനമ്മയ്ക്ക് ആകെ ദേഷ്യമായി. ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ടോ? നീ എങ്ങനെ സെൽഫിഷായിട്ട് സംസാരിക്കുന്നേ? മിയാൻ്റെ അച്ഛനും ഈ രണ്ടാനമ്മയ്ക്കും കൂടി ഒരു മകൾ കൂടിയുണ്ട്. അവളാണെങ്കിൽ കുഞ്ഞിലെ മുതലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടിയാണ്.
എൻ്റെ മകൾ കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കില്ലായിരുന്നു. ഡിവോഴ്സ് ചെയ്യുന്നതിന് പകരം അവനെ കൊണ്ട് നമ്മുടെ കോർപ്പറേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാനാണ് നീ നോക്കേണ്ടേ എന്ന് രണ്ടാനമ്മ പറയാണ്. അപ്പോൾ ഡോറ് തുറന്നിട്ട് അവളുടെ മകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അവളുടെ പേര് ഷെങ് ഗുയാൻ എന്നാണ്. അവളിങ്ങനെ അമ്മയോട് പറയാണ്, അമ്മ അങ്ങനെയൊന്നും ചേച്ചിയോട് പറയല്ലേ. ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഗുയാൻ പറയും, ഡോക്ടർ പറഞ്ഞു എൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്താം. ഞാൻ പറയും, അകത്തേക്ക് പൊക്കോ, പുറത്ത് നല്ല തണുപ്പാണ്. അങ്ങനെ അവൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ അവിടത്തേക്കും അവൾക്കൊരു കോള് വരികയാണ്. അത് അവളുടെ അമ്മായിയാണ് വിളിക്കുന്നത്, അവൻ്റെ അമ്മ. അവർക്കാണെങ്കിൽ ഇവളൊട്ടും ഇഷ്ടമല്ല, കാരണം ഇവരുടെ പൈസ അടിച്ചു മാറ്റാനായിട്ടാണ് അവനെ കല്യാണം കഴിച്ചത് എന്നാണ് അമ്മായി വിചാരിക്കുന്നത്. ഉടനെ തന്നെ നീ വീട്ടിലേക്ക് വരണം, എൻ്റെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നത് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവളുടനെ ഓക്കെ പറയും. പോവുകയാണെങ്കിൽ ഒരു വില്ല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഡിസൈൻ കമ്പനീസിനെയൊക്കെ നോക്കുകയാണ്. കൂടെയുള്ളത് അവൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഷെങ്മിയാൻ നീ ശരിക്കും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന് സെക്രട്ടറി ചോദിക്കുകയാണ്. ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ലല്ലോ, ഇനി പിന്നീട് അവളെ കാണുകയും അവളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഫു പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ എന്നെ കല്യാണം കഴിച്ചത് ശരിക്കും അവളുടെ കമ്പനി രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പൈസയാണ് അവളുടെ ലക്ഷ്യം. ഷെങ്മിയാൻ അവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഗ്രാൻഡ് പേയുടെ ഒറ്റ നിർബന്ധം കാരണമാണ് അവനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അത് നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഫു ഫൗണ്ടേഷൻ്റെ ഏക CEO ആയിട്ട് എൻ്റെ മകൻ ചാർജ് എടുത്തിരിക്കുകയാണ്. അവൻ എന്തായാലും ചേരുന്ന ബന്ധമൊന്നുമല്ല നിൻ്റേത് എന്നമ്മ പറയുകയാണ്. അവൾ പറയും, എനിക്കും അതറിയാം. അവൻ്റെ അമ്മ വീണ്ടും പറയും, നിനക്കറിയാമല്ലോ, അത്രയും നല്ലത്. നിൻ്റെ അച്ഛൻ്റെ കമ്പനിയെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു, ഇനി എന്തായാലും ആ ഹെൽപ്പ് ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഷെങ്മിയ മറുപടി പറയും, എൻ്റെ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് അവിടുത്തെ ഹെൽപ്പർ വന്നിട്ട് പറയുകയാണ്, ഫു വന്നിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ്റെ വൈഫ് ഞാനാണ് എന്ന് അറിയുമ്പോഴത്തേക്കും അവൻ എന്താ വിചാരിക്കുക, അവൻ എങ്ങനെ ആക്ട് ചെയ്യും? ഇതോടെ ഒന്നാമത്തെ എപ്പിസോഡ് കഴിയാണ്. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഉടനെ വരാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട. പിന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.